നിഫ്റ്റിയിൽ നാളെ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ട്രേഡ് പ്ലാൻസും മറ്റുമാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നാളെ നമുക്ക് മോർണിംഗ് ലൈവ് ഉണ്ട്. അപ്പോൾ ആ മോർണിംഗ് ലൈവിൻ്റെ അകത്ത് എന്ത് ട്രേഡാണ് ഞങ്ങൾ പ്രീ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം, മാർക്കറ്റ് എപ്പോഴും നമ്മൾ പ്രീ പ്ലാൻ ചെയ്യുന്നത് തന്നെ ബിഹേവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇൻ കേസ് നമ്മൾ പ്ലാൻ ചെയ്തതിൻ്റെ എഗെയിൻസ്റ്റ് ആണ് നല്ലൊരു മൊമെൻ്റം മാർക്കറ്റ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അവിടെ അഡാപ്റ്റ് ആയ ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾ ട്രേഡ്സ് അവിടെ ചെയ്യാൻ വേണ്ടി തന്നെ ട്രൈ ചെയ്യുക. ഇതേന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തൊന്നും ഒരിക്കലും ഇരിക്കലും. മാർക്കറ്റ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതിൻ്റെ അനുസരിച്ച് എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ ട്രേഡ് പ്ലാൻസും മറ്റുമൊക്കെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നിഫ്റ്റിയിലെ ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ലെവൽസ് ഓൾറെഡി ഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്രോ ചെയ്തിരിക്കുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇന്നത്തെ ഡേ ഹൈ, അതായത് ലാസ്റ്റ് ഡേ ഫ്രൈഡേയിലെ ഡേ ഹൈയും ഡേ ലോയും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്വിംഗ് ഏരിയ ഉണ്ടായിരുന്നു, അപ്പം അത് ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് അടുത്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മെനയാന്ത ഡേ ലോ ആണ്. അതേപോലെ തന്നെ അടുത്തൊരു ലെവൽ നമ്മൾ ഡ്രോ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാണ്ട വെനസ്ഡേയിലെ ലോയും കൂടാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അതാണ്ട് ഇവിടെ കാണുന്ന ഈ ഒരു ലെവൽ. അപ്പോൾ അത് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്ത് വരുന്നതിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മൾ ഇതിന് പ്രയോറിറ്റി കൊടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്ലാൻസിലേക്ക് വരാൻ വളരെ സിമ്പിളാണ്. നാളെ അത്യാവശ്യം നല്ലൊരു ട്രെൻഡിങ് ഡേ കിട്ടാനുള്ള പോസിബിലിറ്റി നല്ല ഹൈ ആണ്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നതെന്നുണ്ട്. അതായത് ഏകദേശം ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഓപ്പണിംഗ് കിട്ടുന്നതെന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഒന്ന് വാച്ച് ചെയ്യുക. ഇപ്പം ഇവിടെ സ്ലൈറ്റ് ഗ്യാപ്പ് ഡൗൺ ആയാലും നമുക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. മാർക്കറ്റ് ഇവിടുന്ന് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വാച്ച് ചെയ്യുക. ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ലോങ് എൻട്രിക്ക് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ഡേ ലോ സ്വീപ്പിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇവിടെ ചിലപ്പോൾ അപ്ലൈ ആവും. ഓക്കെ, മാർക്കറ്റ് ഇന്നലെ ഡേ ലോ ബ്രേക്ക് ചെയ്തു, പക്ഷേ അങ്ങോട്ട് താഴോട്ട് വലിയ രീതിക്കൊന്നും മൂവ് ചെയ്തിട്ടില്ല, ഇവിടുന്ന് സ്വീപ്പ് ചെയ്ത് നിൽക്കണം. സോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലോങ് വ്യൂ വരാനുള്ള പോസിബിലിറ്റി ഭയങ്കര ഹൈ ആണ്. നമ്മൾ മാക്സിമം ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഈ ലെവലും കീപ്പ് ചെയ്യും, സെക്കൻഡ് ടാർഗറ്റായിട്ട് ഈ ഒരു ലെവലും ആയിരിക്കും കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലാനാണ്. പക്ഷേ ഇത് മോർണിംഗ് നമ്മൾ നോക്കണം, 1 മിനിറ്റിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മളിവിടെ വാച്ച് ചെയ്യണം. മാർക്കറ്റ് മൂവ് ചെയ്തു, അത്യാവശ്യം നല്ല സ്ട്രെങ്ത് കാണിക്കുന്നു, ഡിപ്പ് തരുന്നു, ബൈ ചെയ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ ലോങ് എൻട്രി എടുക്കാവൂ. ചുമ്മാ മുകളിലോട്ട് കയറി എന്നും പറഞ്ഞുകൊണ്ട് ലോങ് എൻട്രി എടുക്കരുത്. ഓക്കെ, ഇനി അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് ഡൗൺ ആയി വന്നിട്ട് റിവേഴ്സ് ചെയ്ത് മുകളിലേക്ക് കയറുവാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ലോങ് എടുക്കാം. ഈ ലെവൽ തന്നെ നിങ്ങൾക്ക് അവിടെയും ടാർഗറ്റായിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അതല്ല, ഒരു ഗ്യാപ്പ് അപ്പ് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ നോക്കണം മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം നേരെ ഡൗൺ ആയി വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിവേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലേക്ക് തന്നെ ട്രേഡ് എടുക്കാം. ഇനി അതല്ല, ഇവിടെ ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് കയറിയിട്ട് മാർക്കറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, താഴേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റും. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു ലെവലായിരിക്കും. ഓക്കെ, നമ്മൾ ബ്രേക്ക് ഔട്ട് അങ്ങനെയൊന്നുമല്ല, മാർക്കറ്റിൻ്റെ ബിഹേവിയർ നോക്കാം. 1 മിനിറ്റ് ടൈം ഫ്രെയിമിലായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന. ഹയർ ടൈം ഫ്രെയിമിൽ അത്ര ക്ലിയർ ആയിട്ട് പറ്റണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഇതിൻ്റെ എബവ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിവിടെ ഒന്ന് വാച്ച് ചെയ്യുക. മാർക്കറ്റ് ഈ ലെവൽ ഹോൾഡ് ചെയ്യുന്നില്ല, നല്ല സ്ട്രെങ്തിൽ താഴേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഷോർട്ട് ചെയ്യും. ഇവിടെ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ്. ഇനി അതല്ല, നല്ല സ്ട്രെങ്ത് കാണിച്ച് വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ മാക്സിമം ഏകദേശം ഈ ഒരു ഏരിയ വരാം നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ചിലപ്പോൾ ട്രെയിൽ ചെയ്യും. പക്ഷെ എന്നാലും കൂടുതലും ഇവിടെ ബുക്ക് ചെയ്ത് മാറാനാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ ഇരിക്കുന്നത്. ഇനി ഇവിടെ ഓപ്പൺ ചെയ്ത മാർക്കറ്റ് ഇവിടെ സൈഡ് വൈസ് ആയിട്ട് ബിഹേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി പോകില്ല, കൈ പൊള്ളത്തതേ ഉള്ളൂ. മാർക്കറ്റ് ഒരു ഉച്ച വരെ സൈഡ് വൈസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡേ ലോ ബിലോ വന്നിട്ട്, അതായത് അന്ന് മാർക്കറ്റ് നാളെ ക്രിയേറ്റ് ചെയ്യുന്ന ഇവിടെ ഒരു ഡേ ലോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബിലോ വന്നിട്ട് തിരിച്ച് മുകളിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് മുകളിലേക്ക് ലോങ് എൻട്രി എടുക്കാം. ഇവിടെ നമ്മൾ ടാർഗറ്റ് പ്ലേസ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ നാളത്തേക്കുള്ള പ്ലാൻ. പിന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഒരു മാർക്കറ്റ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ മോർണിംഗിൽ മാർക്കറ്റ് ഒരു ഡയറക്ഷനിലേക്ക് സ്ട്രെങ്ത് കാണിച്ചു പോയിട്ടുണ്ടെങ്കിലും അവിടെ എവിടുന്നെങ്കിലും മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്ന ഒരു നേച്ചർ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പത്തെ ഒരു മാർക്കറ്റ് ബിഹേവിയർ ആണത്. അതുകൊണ്ട് തന്നെ ഒറ്റ ട്രേഡിൽ തന്നെ നിങ്ങളൊരു ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെനസ്ഡേ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ ആയി വന്നു. ഓക്കെ, നല്ലൊരു സെല്ലിംഗ് മൂവ് കാണിച്ചിട്ട് തിരിച്ച് അപ്പ് സൈഡിലേക്കും മൊമെൻറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വി ഷേപ്പ് മൂവ്മെൻറ്റ് അവിടെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രൈഡേ നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം തന്നെയാണ്. മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്തിട്ട് ഡേ ഹൈന്ന് നല്ലൊരു മൊമെൻറ്റം ഡൗൺ സൈഡിലേക്ക് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, 2 മൂവ് അവിടെ തന്നെ ആയിട്ടുണ്ട്. ഇനി വേറൊരു ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വെനസ്ഡേ മാർക്കറ്റ് ഇതേപോലെ അപ്പ് സൈഡിലേക്ക് നല്ല മൊമെൻറ്റം തന്നെങ്കിലും ഡേ ഹൈന്ന് നല്ലൊരു സെല്ലിങ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ട്യൂസ്ഡേ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു, മാർക്കറ്റ് സിംഗിൾ ഡയറക്ഷനിലേക്ക് തന്നെയാണ് മൂവ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ മൺഡേയും ഇതേപോലെ തന്നെയാണ് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്ത് വന്നു, ഡേ ഹൈ സ്വീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു, അവിടുന്ന് ഡൗൺ സൈഡിലേക്ക് മൊമെൻറ്റം തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഡയറക്ഷനിലേക്കും മാർക്കറ്റ് ഇപ്പം മൊമെൻറ്റം തരുന്നുണ്ട്. അത് നമ്മളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ഈ ഒരു ഡേ മാത്രമായിരുന്നു എനിക്ക് തോന്നുന്നു അന്നും കഴിഞ്ഞ ഫ്രൈഡേ നമ്മൾ ലാസ്റ്റ് ഹവറിലൊരു ബൈയിങ് വ്യൂ
ഉണ്ടായിരുന്നു. അന്ന് മാർക്കറ്റ് ലോ സ്വീപ്പ് ചെയ്തിട്ട് തിരിച്ച് കയറി വല്ലതായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. അന്നൊരു പ്യൂർലി സൈഡ് വേസ് ഡേ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇനി അതിൻ്റെ മുമ്പത്തെ ഡേ നോക്കുവാണെങ്കിൽ തേഴ്സ്ഡേ നോക്കുമ്പോൾ കണ്ടോ മാർക്കറ്റ് മുകളിലേക്ക് നല്ലൊരു മൊമെൻ്റ് ആദ്യമേ തന്നു, ദെൻ ഡൗൺ സൈഡിലേക്കും തന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പത്തെ വെനസ്ഡേ നോക്കിക്കേ ഡൗൺ സൈഡിലേക്ക് ഒരു മൊമെൻ്റം തന്നു, തിരിച്ച് അപ്പ് സൈഡിലേക്കും ഉണ്ടായിരുന്നു. കഴിഞ്ഞ മൺഡേ ട്യൂസ്ഡേ നോക്കുവാണെങ്കിൽ ഇതേപോലെ ഡൗൺ സൈഡിലേക്ക് മൂവ് ഉണ്ടായിരുന്നു, അപ്പ് സൈഡിലേക്ക് മൂവ് ഉണ്ടായിരുന്നു. അതേപോലെ കഴിഞ്ഞ മൺഡേ നോക്കുവാണെങ്കിൽ അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻ്റം ഉണ്ടായിരുന്നു, തിരിച്ച് ഡൗൺ സൈഡിലേക്കും ഉണ്ടായിരുന്നു. അതേപോലെ തേഴ്സ്ഡേയും അതേപോലെ ഡൗൺ സൈഡിലേക്ക് ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു, അപ്പ് സൈഡിലേക്ക് ഉണ്ടായിരുന്നു. കണ്ടോ മറ്റൊരു ദിവസം കഴിഞ്ഞ ബുധനാഴ്ചയും കണ്ടോ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്തു, തിരിച്ചൊരു സെല്ലിങ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പത്തെ ഡേ നമുക്ക് നോക്കാം. കഴിഞ്ഞ ട്യൂസ്ഡേയും കണ്ടോ അപ്പ് സൈഡിലേക്ക് മൊമെൻറ്റം ഉണ്ടായിരുന്നു, അതേപോലെ ഡൗൺ സൈഡിലേക്ക് മൂവ് ഉണ്ടായിരുന്നു. ഇത് ഒറ്റ ഡയറക്ഷനിൽ മാത്രം മാർക്കറ്റ് മൂവ് ചെയ്ത പോലെയാണ്. ഇവിടെ ഒരു സൈഡ് വേസ് ഡേ ആയിരുന്നു കഴിഞ്ഞ ട്യൂസ്ഡേ എന്നുള്ളത്. ആൻഡ് ഈ ഒരു ദിവസവും മാർക്കറ്റ് ഇതൊരു അപ്പ് ട്രെൻഡിങ് പാറ്റേൺ ആണ്. ഇവിടുന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും കുറച്ചുകൂടെ മാർക്കറ്റ് മൂവ് ചെയ്യേണ്ടതായിരുന്നു. അന്ന് മൂവ് ചെയ്ത് എനിക്ക് തോന്നുന്നു അന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച ഞങ്ങൾക്ക് ടാർഗറ്റ് മിസ്സായ ഒരു ഡേ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം എനിവേസ് ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു പാറ്റേൺ. അതായത് മാർക്കറ്റ് ഒരു ഡയറക്ഷനിലേക്ക് രാവിലെ മൊമെൻറ്റം തന്നാലും നമുക്ക് എന്താ അവിടെ മനസ്സിലാക്കേണ്ട, മാർക്കറ്റ് ചിലപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും മൊമെൻറ്റം തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഒരു റേഞ്ച് ബൗണ്ടഡ് ആയിട്ടുള്ള വോളറ്റൈൽ ഡേ ആയിരിക്കണം നമ്മൾ ഇതുവരെയുള്ള ഒരു ഡേറ്റ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇപ്പോൾ ഡൗൺ സൈഡിലേക്ക് നമുക്കൊരു മൂവ് കിട്ടി വന്നാലും എവിടെന്നെങ്കിലും ഒരു പോയിന്റ് നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അപ്പ് സൈഡിലേക്ക് മൊമെൻറ്റം കിട്ടി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, എവിടെന്നെങ്കിലും ഒരു പോയിന്റ് നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് റിവേഴ്സ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് പാറ്റേൺ ഇതാണ്. ഈ ഒരു പാറ്റേൺ കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാം, അതുകൊണ്ട് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. ഇനി നമുക്ക് ഡൗൺ സൈഡിലേക്കുള്ള പ്ലാൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നേരെ ഡൗൺ ആകുന്നു. ഇവിടുന്ന് നല്ലൊരു സെല്ലിംഗ് വ്യൂ നമുക്ക് താഴേക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ടാർഗറ്റ് നമ്മൾ എവിടെ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്, ഈ ഒരു ഏരിയ, ഇതിൻ്റെ അപ്പുറത്തേക്ക് ടാർഗറ്റ് പ്ലേസ് ചെയ്യത്തില്ല. ഓക്കെ, ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ബിഹേവിയർ അനുസരിച്ച് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് തന്നെ കംപ്ലീറ്റ്ലി ബുക്ക് ചെയ്ത് മാറാനായിരിക്കും ട്രൈ ചെയ്യുന്നത്. ഇനി അതല്ല ഇവിടെ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് കയറിയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, താഴേക്ക് ഇറങ്ങുവാണെന്നുണ്ടെങ്കിലും നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റും, ഇവിടെ തന്നെ ടാർഗറ്റ് പ്ലേസ് ചെയ്യാം. അതല്ല താഴേക്ക് പോകുന്ന ടൈമിലും ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ അവിടെയും അത് നമ്മൾ അഡാപ്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇനി ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ വാച്ച് ചെയ്യാൻ മാർക്കറ്റ് ഡൗൺ ആയിട്ട് ഡേലോ ബേസ് ചെയ്യുന്നോ മറ്റോ റിവേഴ്സ് ആവുകയാണെങ്കിൽ നമുക്കൊരു ലോങ് എൻട്രി ട്രൈ ചെയ്യാൻ പറ്റും. സെയിം ട്രേഡ് മുകളിലേക്ക് വരുന്ന ടൈമിൽ ഡേ ഹൈ നോട്ട് ചെയ്ത് വെച്ചോണം. ചുമ്മാ ഫുൾ അങ്ങ് വലിയ ടാർഗറ്റ് പ്ലേസ് ചെയ്യേണ്ട കാര്യം, മാർക്കറ്റിൻ്റെ ഒരു പാറ്റേൺ ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ഒന്ന് മൂവ് ചെയ്ത് വന്നിട്ട് ഈ ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുവാണെങ്കിൽ അവിടുന്ന് ഷോർട്ടിങ്ങും ഫോക്കസ് ചെയ്യുക. രണ്ട് ട്രേഡിൻ്റെ അകത്ത് മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ബിഹേവിയർ അതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്ലാൻ നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലാറ്റ് ചെറിയൊരു സ്ലൈറ്റ് ഓപ്പണിംഗ് ആണ് ഇവിടെ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് വാച്ച് മുകളിലേക്ക് കയറി താഴേക്ക് ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഷോർട്ട് ചെയ്യാൻ പറ്റും. അതല്ല ഇവിടുന്ന് മുകളിലേക്ക് കയറി കണ്ടിന്യൂ ചെയ്തങ്ങ് പോവുകയാണെങ്കിൽ ലോങ് എൻട്രി എടുക്കുക, ഇവിടെ വരെ മാക്സിമം ടാർഗറ്റ് വെക്കുക. ചിലപ്പോൾ ഇങ്ങ് വരെ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും ഡൗൺ ആയി ഡേലോയ്ക്ക് ബിലോ ഒരു മൊമെൻറ്റം തരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്ലാൻ. മാർക്കറ്റിൻ്റെ ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞു, മാർക്കറ്റ് രണ്ട് സൈഡിലേക്ക് മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. ഒറ്റ ഡയറക്ഷനിലേക്ക് ഒരു 300 പോയിൻ്റാണ് മാർക്കറ്റ് നാളെ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന മൊമെൻറ്റം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നാളെ നമ്മളൊരു പ്രൊജക്ഷനാണ് കേട്ടോ, ഇത് ഇതേപോലെ തന്നെ നടക്കണമെന്നില്ല. അപ്പം മാർക്കറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേയിൽ ഒരു മോർണിംഗിൽ എന്ത് ചെയ്യും, ഒരു 100-150 പോയിൻ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യും. ദെൻ എന്ത് ചെയ്യും, ഡേ ഹൈ എന്നായിരിക്കും ചിലപ്പോൾ അടുത്തൊരു 150 പോയിൻ്റ് താഴേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ ട്രേഡിൻ്റെ അകത്ത് ഈ 300 പോയിൻ്റ് ക്യാച്ച് ചെയ്യുന്ന ഒരാൾ, ആവറേജ് നിങ്ങൾ ക്യാച്ച് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് ട്രേഡ് എന്നുള്ള രീതിയിൽ മൈൻഡിൽ വേണം. ചിലപ്പോൾ ഇത് തെറ്റിപ്പോകാം നമ്മുടെ ഈ ഒരു അനാലിസിസ് എന്നുള്ളത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ട്രേഡ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ റിസ്ക് എപ്പോഴും നോക്കുക. നമ്മൾ ഈ പ്ലാൻ ചെയ്തതിൻ്റെ എഗെയിൻസ്റ്റ് ആണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പ്ലാനും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതല്ല എന്തെങ്കിലും തരത്തിൽ മാർക്കറ്റ് കൺഫ്യൂസിങ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, അവിടെ പ്ലാൻ അതിൻ്റെ അനുസരിച്ച് സ്വിച്ച് ചെയ്യുക. ഒരു പ്ലാനും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്ത് വരികയാണെങ്കിൽ ഡേ ഹൈ ഒന്ന് നോട്ട് ചെയ്യുക. ഡേ ഹൈ ബേസ് ചെയ്തുകൊണ്ട് സെല്ലിങ് കാണിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷോർട്ട് ചെയ്യുക, ഇവിടെ വരെ ടാർഗറ്റ് പ്ലേസ് ചെയ്യുക. താഴെ നിന്ന് മുകളിലേക്ക് മൂവ് ചെയ്ത് വരുന്നതായതുകൊണ്ട് തന്നെ ഡേ ഹൈ നമുക്ക് സെല്ലിങ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലെവലോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ വരെ നമുക്ക് മാക്സിമം ടാർഗറ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നാളത്തേക്കുള്ള നമ്മുടെ പ്ലാൻ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നോക്കി മാത്രം ട്രേഡ് ചെയ്യുക, റിസ്ക്കിലേക്ക് ഫോക്കസ് ചെയ്യുക. പ്രോഫിറ്റ് ക്യാച്ച് ചെയ്താലും കുഴപ്പമില്ല, ക്യാപിറ്റൽ കറക്റ്റായിട്ട് മാനേജ്. നമുക്ക് ഓപ്ഷൻ ബൈങ് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, ഇറ്റ്സ് എ ഫാക്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലിനെ നമുക്ക് വൃത്തിക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ കിട്ടുന്ന പ്രോഫിറ്റ് പ്രോപ്പറായിട്ട് വിഡ്രോ ചെയ്ത് മാറ്റുക, ഒരു കാരണവശാലും കോമ്പൗണ്ടിങ് ഇട്ട് ചെയ്യരുത്. പ്രോഫിറ്റ് വിഡ്രോയിൽ അല്ല, പ്രോഫിറ്റ് മാനേജ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ രീതിക്ക് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ
ട്രേഡ്സും മറ്റൊക്കെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുക. സോ അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പം ഈ ഒരു ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് ഞാൻ ട്രേഡ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എൻ്റെ പ്ലാനാണ്. ഈ പ്ലാനിൻ്റെ ബേസ് ആയിരിക്കും നാളെ നമ്മൾ ലൈവ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ഡൗട്ട് ഉണ്ടല്ലോ, നാളത്തെ വീഡിയോയിൽ ഞാൻ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് നാളെ അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസം നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അനുസരിച്ച് ക്ലിയർ ചെയ്യാം. അതേപോലെ മാർക്കറ്റിൽ വന്നിട്ടുള്ള ഏതെങ്കിലും സ്പെസിഫിക് മൂവ് അനാലിസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യൂ അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ അതിൻ്റെ റീസൺ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എപ്പോഴും അത് മാത്രമായിരിക്കണമെന്നുള്ള റീസൺ, എന്നാലും ഞാൻ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് അത് മാക്സിമം പറഞ്ഞുതരാം. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഡെയിലി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്കും വീഡിയോസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു എനർജി കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ബാക്കി നാളെ മാർക്കറ്റിൽ നമുക്ക് നോക്കാം. ഓക്കെ.